വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇന്നലെ പൊതുവെ ഇറാൻ്റെ ഉള്ളിൽ പ്രതിഷേധങ്ങളെല്ലാം കെട്ടടങ്ങിയ അവസ്ഥയിലാണ്. ഇറാനിൽ തെഹ്റാൻ എന്ന് പറഞ്ഞ ഇറാൻ്റെ തലസ്ഥാന നഗരത്തിലെ 2 സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലൊരു പൊട്ടിത്തെറി. അത് മാത്രമാണ് വലിയ രീതിയിൽ നടന്ന അപകടങ്ങൾ, ഈ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന അപകടങ്ങൾ. ഇത് ഏത് രീതിയിൽ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷിറാസ് എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ട് താഴെയുള്ള ഒരു സിറ്റിയിൽ മാത്രമാണ് ചെറിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നത്. പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഇറാനിൽ കെട്ടടങ്ങിയിരിക്കുകയാണ്. IRGC ഭരണകൂടം ശക്തമായി തന്നെ വീണ്ടും തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും അമേരിക്ക പുറത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ട്രംപ് വന്ന് പറഞ്ഞിട്ട് 1 വർഷമായി. അതിന് മുമ്പ് തന്നെ ഇലക്ഷൻ്റെ ടൈമിലും ഞാൻ പുറത്തു വരും എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇലക്ഷനിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പുള്ളിക്കാരൻ അതിൽ നിന്ന് പുറത്തു വരാൻ തന്നെയാണ് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതേ സമയത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് ഒരു പ്രഖ്യാപനം വേറെ ഒന്നുമില്ല. 208.6 മില്യൺ ബാലൻസ് കുടിശ്ശിക അമേരിക്കയുടെ സൈഡിൽ നിന്നും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലേക്ക് പേ ചെയ്യാൻ ബാലൻസ് കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ പുറത്ത് പോകുന്നെങ്കിൽ പുറത്ത് പൊയ്ക്കോളൂ എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുകയാണ് അമേരിക്ക അടുത്ത്. അതിപ്പോൾ ട്രംപ് പേ ചെയ്യാതെ പുറത്ത് പോയാലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒന്നും ചെയ്യാനില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ICC ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വരെ ട്രംപ് തഴഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കുന്നില്ല, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ പങ്കെടുക്കുന്നില്ല, വേൾഡ് കാർബൺ എമിഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലൈമറ്റ് ഫോറത്തിൽ പങ്കെടുക്കുന്നില്ല. എല്ലാത്തിൽ നിന്നും ഏതാണ്ട് 66ഓളം ഇതേപോലത്തെ ഗ്ലോബൽ യൂണിഫൈഡ് സംഘടനകളിൽ നിന്നെല്ലാം അമേരിക്ക പുറത്താണ്. ഒരു പാർട്ടിസിപ്പേഷനും ഇല്ല. അപ്പോൾ അതിലൊന്ന് മാത്രമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇപ്പം നിർബന്ധമായിട്ട് ഒരു ഫണ്ട് വേണമെന്ന് ചോദിച്ചാലും അമേരിക്ക കൊടുക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാലും അവരിങ്ങനെ ഒരു ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ഉള്ളിൽ IRGCയുടെ ആ ഒരു മിലിറ്ററി എൻഫോഴ്സ്മെന്റ് ശക്തമാക്കിക്കൊണ്ട് സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് സർവീസിനെ ഫുള്ളി ജാം ചെയ്തുകൊണ്ട് ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഇനി ഒരു 6 മാസത്തേക്ക് ഇറാന്റെ ഉള്ളിൽ പൊതുജനങ്ങൾക്ക് ഇന്റർനെറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ മാത്രമേ അവൈലബിൾ ആക്കൂ. തേർഡ് പാർട്ടി കമ്പനിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഇന്റർനെറ്റ് ഇനി ഫെസിലിറ്റേറ്റ് ചെയ്യില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം അവരിപ്പം ചൈനയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഹുവാവി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനത്തിന്റെ നെറ്റ്വർക്ക് അവൈലബിൾ ആക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതായത് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ അവർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഇന്റർനെറ്റ് നെറ്റ്വർക്ക് മൊത്തത്തിൽ ചൈനയിലേക്ക് പോവുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അവർ ചൈനയാണ് സേഫ് എന്ന് അവർ കരുതുന്നുണ്ട്. അതാണ് ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സ് ആയിട്ട് ഇറാൻ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കംപ്ലീറ്റ് ഇന്റർനെറ്റ് ശൃംഖല മൊത്തത്തിൽ അവർ ചൈനയ്ക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇറാന്റെ ബുഷർ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടുണ്ട്. ആ പോർട്ടിൽ വെച്ചിട്ട് ഒരു ഷിപ്പിനെ ഇറാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് പിടിച്ചെടുത്തതല്ല, ആ പോർട്ടിലേക്ക് വന്നതാണ് ഷിപ്പ്. അവിടെ വെച്ച് പരിശോധന നടത്തിയ സമയത്ത് ഈ ഷിപ്പിന്റെ ഉള്ളിൽ നിന്നും 60,000 തോക്ക്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിഷേധം ഇങ്ങനെ ആളിക്കത്തും. അപ്പോൾ അവരുടെ ഇടയിൽ ഈ തോക്ക് വിതരണം ചെയ്ത് പ്രതിഷേധം ആളിക്കത്തിക്കാനും ഇനിയും ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നുകൂട്ടാൻ വേണ്ടിയിട്ട് ഇറക്കുമതി ചെയ്ത സാധനമാണ് ഈ തോക്ക്. ഇത് ആര് ഇറക്കുമതി ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും വ്യക്തമല്ല. പക്ഷേ ഈ ഷിപ്മെന്റ് വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാന്റെ പോർട്ടിൽ നിന്നാണ് ഇറാന്റെ പോർട്ടിലേക്ക് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇതിലിപ്പോൾ പ്രതിയാവുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ ആണെങ്കിൽ ഇന്നലെ ഞങ്ങളുടെ ഉറ്റ സുഹൃത്താണ് ഇറാൻ, ഞങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ പ്രവർത്തികളൊന്നും ചെയ്യില്ല, ഞങ്ങൾ ഇറാനോടൊപ്പം മാത്രമേ നിൽക്കൂ എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രഷർ, ആ ഒരു പ്രഷറിലാണ് പാകിസ്ഥാൻ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞത്. അപ്പൊ ഇനി ഡയലോഗായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പാണ്. അത് തന്നെയാണ് അവർ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഇതുപോലത്തെ പ്രവർത്തികൾ പാകിസ്ഥാന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് അവരെന്തായാലും സീസ് ചെയ്ത് ഇപ്പം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം വേറൊന്നുമല്ല, ഈ തോക്കുകൾ അവിടെ എത്തിയ സമയത്ത് പ്രതിഷേധം അവിടെ കെട്ടടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ തോക്കുകൾക്ക് അവിടെ പണിയില്ല, ഇത് ഏറ്റെടുക്കാനുള്ള ആൾക്കാരും ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൈന ഒരു സ്റ്റേറ്റ്മെന്റ്, ബദൽ സ്റ്റേറ്റ്മെന്റ്, അമേരിക്കയ്ക്കെതിരെ തന്നെയാണ് എപ്പോഴും ചൈനയുടെ നീക്കം. ശരിക്കും അമേരിക്കയുടെ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നത് ചൈന തന്നെയായിരിക്കും, അതിൽ യാതൊരു മാറ്റമില്ല. പിന്നെ ഇതേപോലത്തെ ട്രംപിനെ പോലത്തെ 1-2 നേതാക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ആ പിക്ചർ ക്ലിയർ ആവും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ബൈഡന്റെ കാലഘട്ടത്തിൽ NVIDIA എന്ന് പറഞ്ഞ കമ്പനിയുടെ ചിപ്പ് സ്വമേധയെ അവർ ചൈനയ്ക്ക് കൊടുക്കുന്നില്ല. അതായത് H200 എന്ന് പറഞ്ഞ കാറ്റഗറിയാണെന്ന് തോന്നുന്നു. ആ കാറ്റഗറിയിൽ വരുന്ന ചിപ്പ് ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തീരുമാനമെടുത്തു. അതായത് ചൈനയുടെ വളർച്ചയെ പേടിച്ചുകൊണ്ട് NVIDIA എന്ന് പറഞ്ഞ കമ്പനി ചൈനയ്ക്ക് ചിപ്പ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചൈന അങ്ങ് തകർന്നടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് മണ്ടത്തരത്തിൽ ചിന്തിച്ചു കൂട്ടിയ തീരുമാനമാണ് ചൈനയ്ക്കെതിരെ നിലപാടെടുക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചിപ്പ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചൈനയിൽ നിന്ന് കിട്ടാനുള്ള ആ റവന്യൂ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് NVIDIA എടുത്ത തീരുമാനമായിരുന്നു അന്ന്. എന്നിട്ട് അടുത്ത് ട്രംപ് ഭരണകൂടം വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള താരിഫ് വാറൊക്കെ പ്രഖ്യാപിച്ച് അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത റയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷനിൽ എത്തിപ്പെട്ട് അവസാനം
NVIDIAയുടെ ചിപ്പ് ഞങ്ങൾ ചൈനയിലേക്ക് അയക്കാം എന്നുള്ള തീരുമാനമാണ് എടുത്തത്. പക്ഷെ അപ്പോഴത്തേക്കും ചൈന വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് എടുത്തത്. ചൈന പറഞ്ഞു ഞങ്ങൾക്ക് ആ ചിപ്പ് വേണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ട ചിപ്പ് ഇവിടെ ഇന്റർണലി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് ആയി കഴിഞ്ഞു, അതുകൊണ്ട് NVIDIAയുടെ ചിപ്പ് വേണ്ട എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ആർക്കാണ് പോയത്? ചിപ്പ് മേഖലയിൽ ഈ വക ചിപ്പുകൾക്ക് മോണോപോളി മാതൃകയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന NVIDIAക്ക് തിരിച്ചടിയായി. ഇപ്പൊ NVIDIA എന്ന് പറഞ്ഞ കമ്പനിയുടെ തകർച്ചയ്ക്ക് അമേരിക്ക തന്നെയാണ് കാരണം, അവരെടുത്ത തീരുമാനം തന്നെയാണ് കാരണം. അന്ന് കൃത്യമായിട്ട് ചിപ്പ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ചൈന ഇങ്ങനെ മാറി ചിന്തിക്കൂലായിരുന്നു. അപ്പോൾ ഒരു ബ്രേക്ക് കൊടുത്തതുകൊണ്ട് ചൈനയ്ക്ക് സ്വയമേ ആ ചിപ്പ് കണ്ടെത്തേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് അവർ സ്വയമേ ആ ചിപ്പ് കണ്ടെത്തി അവർ സ്വയം പര്യാപ്തത നേടി ആ വിഷയത്തിൽ. ഇങ്ങനെ തന്നെയാണ് ഓരോ കാലഘട്ടങ്ങളിലും സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ചൈന വീണ്ടും അടുത്ത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ITC എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഈ സ്ഥാപനമാണ് ശരിക്കും ആഗോളതലത്തിൽ ആരൊക്കെ സാറ്റലൈറ്റ് അയക്കുന്നു ആ സാറ്റലൈറ്റിനുള്ള പെർമിഷൻസ് എല്ലാം കൊടുക്കേണ്ടത് ഈ സ്ഥാപനമാണ്. അപ്പോൾ ഈ സ്ഥാപനം ഒറ്റ വ്യക്തിക്ക്, എലോൺ മസ്ക് എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന പെർമിഷനാണ്. 20,000 സാറ്റലൈറ്റ് അയക്കാനുള്ള പെർമിഷനാണ് എലോൺ മസ്കിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ സ്റ്റാർലിംഗ് എന്ന് പറഞ്ഞ രീതിയിൽ ഇന്റർനെറ്റ് ശൃംഖല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലോൺ മസ്കിന് അനുവദിച്ചു കൊടുത്തതാണ് 20,000 സാറ്റലൈറ്റ്. ഒരു ഒറ്റ വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ് പെർമിഷൻ. ഞാൻ ഇലോൺ മസ്കിനെ കാണുന്നത് ഒറ്റ വ്യക്തിയായിട്ടല്ല, കാരണം ഒരുപാട് പേരുടെ ഇൻവെസ്റ്റ്മെന്റ് അതിനകത്തുണ്ട്, ഒരുപാട് ആൾക്കാരുടെ, ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികളുടെയും വൻകിട മുതലാളിമാരുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഇലോൺ മസ്കിന്റെ കമ്പനിയിലുണ്ട്. സോ ഇലോൺ മസ്ക് ഇസ് നോട്ട് എലോൺ ആക്ച്വലി. പക്ഷേ ഇതിന്റെ പെർമിഷൻ എന്നുള്ള നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് സ്റ്റാർലിംഗ്. ആ ഒരു ഒറ്റ കമ്പനിക്കാണ് 20,000 സാറ്റലൈറ്റ് അയക്കാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഓൾറെഡി തന്നെ സ്പേസിൽ മൊത്തത്തിൽ വേസ്റ്റ് ആണ്. ഈ സാറ്റലൈറ്റ് അയച്ചയച്ച് ഒരുപാട് കാലം കൊണ്ട് അവിടെ കെട്ടിക്കിടക്കുന്ന ഡെബ്രി ഉണ്ട് ഈ സ്പേസിൽ. അപ്പോൾ ഈ സാറ്റലൈറ്റ് ഡെബ്രി ഒരുപാടുണ്ട്. ഇത് വലിയൊരു ഡേഞ്ചറാണ് ശരിക്കും. ഇനി വരും കാലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഡെബ്രി തട്ടിയിട്ട് തന്നെ പല സാറ്റലൈറ്റുകൾക്കും ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇപ്പം നിലവിൽ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻസ് ഒക്കെ മുന്നോട്ട് കാണുന്ന ഒരു ചാലഞ്ച്. ആ സാഹചര്യത്തിലാണ് 20,000 സാറ്റലൈറ്റ് ഒരു കമ്പനിക്ക് മാത്രം അയക്കാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ചൈന പറഞ്ഞിരിക്കുന്നത്, ചൈനയിൽ ഒരു കമ്പനി ഇപ്പൊ പ്രപ്പോസൽ വെച്ചിരിക്കുകയാണ്. അതായത് 20,000 സാറ്റലൈറ്റ് ഞങ്ങൾ അയക്കാൻ പോവാണ്, ഞങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള ഓൺ ക്ലൗഡ് ഇന്റർനെറ്റ് ശൃംഖല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും സാറ്റലൈറ്റ് അയക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് പെർമിഷൻ വേണം. ഇലോൺ മസ്കിന് മാത്രം 20,000 കൊടുത്തില്ല, ഞങ്ങൾക്ക് ഒരു 20,000 സാറ്റലൈറ്റിന് പെർമിഷൻ തരൂ എന്നുള്ള രീതിയിൽ ഇപ്പൊ നിൽക്കുകയാണ്. പക്ഷേ എന്നാലും അമേരിക്ക ഇതിന്റെ ഇടയിൽ ഇടപെടും, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഇലോൺ മസ്കിന് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചൈനീസ് കമ്പനിക്കും കൊടുക്കേണ്ടി വരും. ഇലോൺ മസ്കിനും ഈ ചൈനീസ് കമ്പനിക്ക് എന്താണ് വ്യത്യാസം? രണ്ടുപേരും ഒരേ മാർക്കറ്റിലാണ് അവരുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കൊടുത്താൽ ചൈനയ്ക്കും കൂടി കൊടുക്കേണ്ടതാണ് ന്യായപ്രകാരം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇതിന് ITC സ്ഥാപനം, ഈ സാറ്റലൈറ്റ് പെർമിഷൻ കൊടുക്കുന്ന സ്ഥാപനം ഇനി എന്ത് പറയും നമുക്കറിയില്ല. ചൈന ഇപ്പം ഇലോൺ മസ്കിന് കോമ്പറ്റീറ്റീവ് ആയിട്ട് മുന്നോട്ട് വരികയാണ്. അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്റ്റ് എത്യോപ്യ വിഷയം ഇച്ചിരി ഗുരുതരമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഈജിപ്റ്റ് എത്യോപ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നൈൽ റിവർ, ആഫ്രിക്കയിൽ നിന്നാണ് ഈ നൈൽ റിവർ സ്റ്റാർട്ട് ചെയ്ത് അത് ഈജിപ്തിലൂടെ കടന്നു വന്ന് ശരിക്കും അവിടെ വെച്ചിട്ടാണ് കടലിൽ ചേരുന്നത്. അപ്പം ഈ സാഹചര്യത്തിൽ ശരിക്കും മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ എത്യോപ്യക്കുള്ളിൽ പല ഡാം പ്രോജക്റ്റിനും പൈസ മുടക്കിയിരിക്കുന്നത് ചൈനയാണ്. അപ്പോൾ ഇപ്പം ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈജിപ്റ്റ് എത്യോപ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മീഡിയേഷന് വേണ്ടിയിട്ട് അമേരിക്ക ഇടപെടുകയാണ്. അതിനുള്ള ഉത്തരവാണ് ട്രംപ് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പം ട്രംപ് ഇപ്പോൾ ഇതിനകത്ത് മീഡിയേഷന് വേണ്ടി ഇടപെടുകയാണ്. ഇടപെട്ട് ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ ഈജിപ്റ്റാണ് ഈ റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചത്. ഈജിപ്തിന്റെ റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് ട്രംപ് ഇപ്പോൾ ഇതിനകത്ത് ഇടപെടുന്നത്, അമേരിക്ക ഇടപെടുന്നത്. ഈ ഇടപെടൽ എന്തിനാണെന്ന് വെച്ചാൽ ചൈനയാണ് ഇവിടെ ഫണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡാമിന്, അതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാണ് അമേരിക്ക ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഈജിപ്തിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ നൈൽ റിവറിൽ ബ്ലൂ നൈൽ, വൈറ്റ് നൈൽ എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണമുണ്ട്. അതിൽ ഒന്ന് സുഡാൻ വഴി വരുന്നുണ്ട്, മറ്റൊന്നാണ് എത്യോപ്യ വഴി പോകുന്നത്. ബ്ലൂ നൈലാണ് എത്യോപ്യ വഴി പോകുന്നത്. അപ്പം ഇവിടെ ഈ ബ്ലൂ ലൈനിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം, അവിടെയാണ് ഡാം പണിതിരിക്കുന്നത് എത്യോപ്യ. അപ്പോൾ ഇതിൽ ഈജിപ്റ്റ് വെക്കുന്ന ക്ലെയിം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് വെള്ളം വളരെ സ്മൂത്ത് ആയിട്ട് വരണം. ഇപ്പോഴും വെള്ളം വരുന്നില്ല എന്നല്ല, പക്ഷേ ഇത് റെസ്ട്രിക്റ്റഡ് മാനറിൽ ഈ ഡാം ഒരു ആശങ്ക ഉണ്ടാക്കുന്നു ഈജിപ്തിന്. ഈ ഫ്ലോ ആരും തന്നെ തടയേണ്ടതില്ല. ഒരു ഡാം പണിത് ഈ വെള്ളത്തിന്റെ ഫ്ലോ തടസ്സപ്പെടുത്തരുത്, ആ ഫ്ലോ അതേപോലെ അങ്ങ് വരട്ടെ എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം, അവരുടെ ആവശ്യം അതാണ്. അതായത് എത്യോപ്യക്ക് ഈജിപ്തിന്റെ നൈൽ റിവറിൽ ഒരു കൺട്രോൾ വരുന്നത് ഈജിപ്റ്റ് താല്പര്യപ്പെടുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പം ഇതുകൊണ്ട് ഇപ്പോൾ ഈജിപ്റ്റ് ഉടനെ ഈ ഡാമൊക്കെ പൊളിച്ച് നീക്കുമോ അല്ലെങ്കിൽ എല്ലാം ബോംബ് വെച്ച് തകർക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും സാധ്യമല്ല. പക്ഷേ ഈ വെള്ളത്തിന്റെ ഫ്ലോയിൽ ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും എത്യോപ്യ വരുത്താൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ചർച്ച നടത്താൻ പോകുന്നത്. അതായത് ഈജിപ്തിന് ഒരു രീതിയിലുള്ള ഇന്ററപ്ഷൻ വരാൻ പാടില്ല. എങ്ങനെയാണോ നിലവിൽ ഈജിപ്തിലുള്ള നെയിൽ റിവറിൽ കൃത്യമായിട്ട് വെള്ളം ഒഴുകി പോകുന്നത് അതേപോലെ തന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഓരോ കാലാവസ്ഥ അനുസരിച്ച്, അതായത് ഒരു ക്ലൈമറ്റ് അനുസരിച്ച് അതിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും.
അപ്പം അതുപോലെ തന്നെ അവർക്ക് നടക്കണം. അതിലൊരു മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളതാണ് ഈജിപ്തിന്റെ നിർദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക പോകുന്നത്. ഇനിയിപ്പോൾ രണ്ട് രാജ്യങ്ങളും കൂടി ഇരുത്തി സംസാരിക്കുമ്പോൾ എന്താണോ അതിന്റെ ഡിസിഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് നോക്കാം. പക്ഷെ എന്തായാലും അമേരിക്ക അടുത്ത കളിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നേട്ടമില്ലാത്ത ഒരു കളിക്കും അവർ ഇറങ്ങാറില്ല. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്യോപ്യയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ റിസോഴ്സസിന് വേണ്ടിയിട്ട് ചൈനയെ നിങ്ങൾ മാറ്റി നിർത്തിക്കോളൂ, ഞങ്ങൾക്ക് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ സൈൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് നിൽക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഏത് ഡീൽ സംസാരിക്കാൻ പോയാലും റെയർ എർത്ത് എലമെന്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെൻഡേറ്ററി ആണ് ട്രംപിൻ്റെ ലാംഗ്വേജിൽ. ഇനി സിറിയയ്ക്കുള്ളിൽ മഹാനായ ഒരു വ്യക്തിയാണ്, നന്മയുടെ ആൾ രൂപമായിട്ടുള്ള അഹമ്മദ് അൽ ഷാറയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐസിസ് കാരനാണെന്നേ ഉള്ളൂ, ആള് ഭയങ്കര പാവമാണ്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ ഇന്നലെ ഇരുന്ന് സംസാരിക്കുകയാണ്, എനിക്ക് കുർദിഷ് ടീമുകളുമായിട്ട് യാതൊരുവിധ വിരോധമില്ല, ഒരു ശത്രുതാ മനോഭാവമില്ല, അവരെ ഞാൻ എൻ്റെ രാജ്യത്തിനോട് ലയിപ്പിക്കുകയും കുർദിഷ് ലാംഗ്വേജ് സിറിയയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യാം, അത് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാനുള്ള ശ്രമവും നടത്താം. ആകെ കൂടി ഈ കുർദിഷ് ജനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, അവർ ആയുധമെല്ലാം താഴെ വെച്ചിട്ട് ഞങ്ങളോട് ലയിക്കുക, അതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് അഹമ്മദ് അൽ ഷാറയുടെ മാത്രം നിർദ്ദേശമാണ്, സിറിയൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാത്രം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അഹമ്മദ് അൽ ഷാറയുടെ ടീമിലുള്ള HTSന്റെ ടീമിലുള്ള ഐസിസുകാർക്കൊന്നും ഇതിൽ യാതൊരു താല്പര്യമില്ല. അവർ കുർദിഷുകളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തട്ടും, അതാണ് അവരുടെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് HTSും തുർക്കിയും കൂടി ഒരു സൈഡിൽ ചേർന്ന് നിന്നുകൊണ്ട് ഈ കുർദിഷ് ടീമുകളെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇപ്പം തുർക്കിയുടെ സൈഡിൽ നിൽക്കണോ, അല്ലെങ്കിൽ SDFന്റെ സൈഡിൽ നിൽക്കണോ, അല്ലെങ്കിൽ HTSന്റെ അഹമ്മദ് അൽ ഷാറയുടെ ഒപ്പം നിൽക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. പക്ഷേ അമേരിക്കയ്ക്ക് ഒന്ന് മാത്രം വളരെ വ്യക്തമായിട്ട് അറിയാം, SDFനെ വിട്ടുകൊടുക്കൂല അവർ, അതായത് കുർദിഷുകളെ വിട്ടുകൊടുക്കൂല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഇത്രയും നാളും വളരെ കൺവീനിയന്റ് ആയിട്ട് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന അഹമ്മദ് അൽ ഷാറ ഉണ്ടല്ലോ, ഈ കസറിൽ ഇരുത്തി വെച്ചിരിക്കുന്ന അഹമ്മദ് അൽ ഷാറയെ ഇനി എങ്ങനെയാണ് അമേരിക്ക ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് വന്നിരിക്കുന്നത്. മീഡിയേഷന് ഉടനെ തന്നെ ആൾ വരുമായിരിക്കും. കാരണം SDFും ഇപ്പം കൃത്യമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. SDF ഇപ്പോൾ HTSനെതിരെ ഇറങ്ങിയിരിക്കുകയാണ് സിറിയയിൽ. SDFനെ സപ്പോർട്ട് ചെയ്യാൻ ഇസ്രായേലുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കയും SDFനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അഹമ്മദ് അൽ ഷാറ ശരിക്കും പുലിവാല് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പം അമേരിക്ക, ഇസ്രായേൽ, SDF ഒരു സൈഡിൽ, തുർക്കി, HTS, ഐസിസ് എല്ലാം ചേർന്നിട്ട് ഒരു സൈഡിൽ, അങ്ങനെ രണ്ട് ചേരികളായിട്ട് ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് സിറിയയ്ക്കുള്ളിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കാൻ പോവാണ്. ഇനി നമ്മൾ കാത്തിരുന്ന് കാണാം അമേരിക്ക എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നുള്ളത്. എല്ലാ കാലത്തും തീവ്രവാദികളുടെ ഇടയിൽ പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ കളിക്കാം എന്നുള്ള നിലയിൽ പോയി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിരിച്ചടിക്കും. അതുപോലെ തിരിച്ചടി സിറിയയിൽ നിന്നും ഉറപ്പായിട്ടും കിട്ടും അമേരിക്കയ്ക്ക്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ സിറിയയുടെ കാര്യം നമ്മൾ മുൻകൂട്ടി തന്നെ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും സിറിയയുടെ അവസ്ഥ ഇപ്പം ഇച്ചിരി ഗുരുതരമായ രീതിയിൽ മുന്നോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.